പല വീടുകളിലും സ്വന്തം മാതാപിതാക്കൾ അന്യരായി കഴിയേണ്ട അവസ്ഥ. മാതാപിതാക്കളോടൊന്നും മിണ്ടാനോ ചേർന്നിരിക്കാനോ പലർക്കും തിരക്കാണ്. എല്ലാത്തിലും കച്ചവടത്തിന്റെ തിരക്ക്, ജോലിയുടെ തിരക്ക്. ശരിക്ക് നമ്മുടെയൊക്കെ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലാണ് വേണ്ടത്, നമ്മുടെ മാതാപിതാക്കളാണ്. അത്രയേറെ നമുക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടവരാണ്, അവർ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. ഇപ്പം എൻ്റെ പിതാവ് തന്നെ എനിക്ക് ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചാണ് ഞങ്ങളൊക്കെ ഈ രീതിയിലും ഭാവത്തിലും കോലത്തിലും ഒക്കെ ആക്കിയത്. അപ്പം അതുകൊണ്ട് പീസ് വാലി എന്ന് പറയുന്ന ഈ മുഴുവൻ സംവിധാനങ്ങൾ, ഈ കാണുന്ന വ്യത്യസ്ത ഇതിൽ 10 ഏക്കർ സ്ഥലത്ത് ഏകദേശം ഒരു 3.5-4 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്, പല വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പ്രൊജക്റ്റുകൾ, അവരുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നൽകിയൊരു ഉപഹാരമാണ്. അതാണ് പീസ് വാലി. അതുകൊണ്ട് തന്നെ പീസ് വാലിയുടെ സന്ദേശം എന്ന് പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പരിഗണിക്കുക, പരിചരിക്കുക, പുന്നാരിക്കുക. അതുപോലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് പീസ് വാലിയുടെ ഒന്നാമത്തെ സന്ദേശം.